ഹലോ മക്കളെ, നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഇപ്പോൾ കാത്തിരിക്കുന്ന ഒരു റിസൾട്ടാണ് നമ്മുടെ +1 റിസൾട്ട് എന്ന് പറയുന്നത്. ഈ റിസൾട്ട് വരുന്ന ഡേറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജൂൺ 10-നായിരുന്നു ആദ്യം നമ്മൾ റിസൾട്ട് വരാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ ചെറിയ മാറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ജൂൺ ലാസ്റ്റ് വീക്കിലേക്കോ ജൂലൈ ഫസ്റ്റ് വീക്കിലേക്കോ ആയിരിക്കും നമ്മുടെ റിസൾട്ട് വരിക. ഇനിയിപ്പോൾ റിസൾട്ട് എന്നാണ് വരുന്നതെങ്കിൽ പോലും, ജൂൺ 10-നാണ് വരുന്നതെങ്കിൽ പോലും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റിസൾട്ട് വന്നു കഴിയുന്ന സമയത്ത് കുറേ കുട്ടികൾക്കൊക്കെ അവർ പ്രതീക്ഷിച്ച മാർക്കൊക്കെ കിട്ടും. പക്ഷെ ചില കുട്ടികൾക്കൊക്കെ അവർ പ്രതീക്ഷിച്ച ഒരു മാർക്കിലേക്ക് ചിലപ്പോൾ എത്താൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ +1 ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്. അപ്പോൾ നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കുന്ന ഡേറ്റിനെ കുറിച്ച് ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അതായത് നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാം കഴിഞ്ഞ വർഷങ്ങളൊക്കെ നടന്നിരുന്നത് നമ്മുടെ +2 പബ്ലിക് എക്സാമിൻ്റെ കൂടെ മാർച്ച് മാസത്തിലായിരുന്നു. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ വളരെ ഒരു ബേർഡൻ ആയിരുന്നു. കാരണം +2 പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ കൂടെ ഇംപ്രൂവ്മെന്റ് എഴുതുന്നുണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പക്ഷേ ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്, മുന്നോട്ടേക്ക് വെക്കുന്നത് ഒക്ടോബർ മാസം നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാമുകൾ നടത്താൻ ആലോചിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ ഹാപ്പിയുള്ള ന്യൂസാണ്. കാരണം നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടും നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിന്. അതുപോലെ തന്നെ +2 പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ആ സമയത്ത് +2 പബ്ലിക് എക്സാമിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ആ സമയത്ത് ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടതില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒക്ടോബർ മാസത്തിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ഇനി എത്ര വിഷയങ്ങൾ ഇംപ്രൂവ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 3 സബ്ജക്ട്സ് ഇംപ്രൂവ് ചെയ്യാം. അതായത് നിങ്ങൾ പ്രതീക്ഷ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് 3 സബ്ജക്ട്സ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഇംപ്രൂവ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോയി എങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ കൂടിയ മാർക്ക് മാത്രമായിരിക്കും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലേക്ക് വരുന്നുണ്ടായിരിക്കുക. ഇനി റീവാലുവേഷൻ്റെ കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാം. അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ റിസൾട്ട് വരുന്നതിനെ കുറിച്ചൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് റീവാലുവേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട. ഇനിയിപ്പോൾ ഓഗസ്റ്റ് 10-ന് നമ്മുടെ ഓണം എക്സാം വരാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഓണം എക്സാമിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.